ഓക്കെ, പവറും നാഷണൽ ഇൻട്രസ്റ്റും ഒക്കെയാണ് നോക്കിയത്. അപ്പൊ അതിന്റെ ബാക്കിയായ ഐഡിയോളജിയിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് പവർ, നാഷണൽ ഇൻട്രസ്റ്റിന്റെ ഡിറ്റർമിനൻസ്, പവർ ഡിറ്റർമിനൻസ്, ഐഡിയോളജിയുടെ ഒരു ഐഡിയ, പിന്നെ ഫോറിൻ പോളിസി ഡിറ്റർമിനൻസ് എല്ലാം ഭയങ്കര സിമിലർ ആണ്. ഈ യൂണിറ്റിൽ നിന്നാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളതും. കൂടുതൽ ഈ ബുക്ക് കോട്സ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തിയറി അല്ലെങ്കിലും കുറച്ച് ഒരു ഡെഫിനേഷൻസ് പോലെ കാര്യങ്ങളില്ലേ, അത് അങ്ങനെ കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അസേർഷൻ പോലെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബുക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബുക്സ് ഒക്കെ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ബുക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു PDF ആയിട്ട് തന്നെ തരാം. ഓക്കെ, അപ്പം നമുക്ക് ഐഡിയോളജി എന്താണെന്ന് നോക്കാം. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു നോക്കാം, പോവാം. ഓക്കെ, സോ വാട്ട് ഈസ് ഐഡിയോളജി? Ideology is a set of ideas that seeks to explain some or all aspects of reality, lays down values and principles in respect of both ends and means, and include a program of action for the attainment of the defined ends. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഐഡിയോളജി വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് എൻഡ് ഉള്ള കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് എൻഡ് പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഐഡിയോളജി ബേസിക്കലി പറയുന്നത്. കമ്മ്യൂണിസത്തിന്റെ എൻഡ് എന്താണെന്ന് ഞാൻ പറയുന്നു. സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റിയാണ് കമ്മ്യൂണിസത്തിന്റെ എൻഡ് ആയിട്ട് പറയുന്നത്. ക്യാപിറ്റലിസത്തിന് എന്തായിട്ട് എന്താണ്, വളരെ ഫ്രീ മാർക്കറ്റ് ആയ ഇൻഡിവിജ്വൽ റൈറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തരത്തിലുള്ള റെസ്ട്രെയിൻസും ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയയിൽ വെച്ച് പുലർത്തുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഡെഫിനിറ്റ് എൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എൻഡ് പ്രിഡിക്ട് ചെയ്യുന്ന ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് എൻഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഐഡിയോളജി എന്ന് പറയാം. ഓക്കെ, the role of ideology in international relations. The role of ideology in international relations can be analyzed in two parts. The role of general ideology as an element of state's behavior, and the role of particular ideology in foreign policy making and implementation. അപ്പം ജനറൽ ഐഡിയോളജി ഉണ്ട്, പെർട്ടിക്കുലർ ഐഡിയോളജി ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ജസ്റ്റ് ജനറൽ ഐഡിയോളജി എന്താണ്, പർട്ടിക്കുലർ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ജനറൽ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the broad concept of ideology as a system of ideas, beliefs and values that explain how society works and how it should work. ഓക്കെ, അപ്പം ജനറൽ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ പെർട്ടിക്കുലർ ഐഡിയോളജിനെ കാട്ടി കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ജനറൽ ഐഡിയോളജി എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഐഡിയോളജീസ് എല്ലാം എന്താണ്, ജനറൽ ഐഡിയോളജീസ് ആണ്. അപ്പൊ എന്തൊക്കെ ജനറൽ ഐഡിയോളജീസ് ആയിരിക്കും? ഒരു സൊസൈറ്റി റൺ ചെയ്യേണ്ട രീതി പറയുന്ന ഐഡിയോളജീസ് എല്ലാം ജനറൽ ഐഡിയോളജീസ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ഐഡിയോളജി ഇൻ എ ന്യൂട്രൽ ഓർ യൂണിവേഴ്സൽ സെൻസ്. അതായത് ഒരു യൂണിവേഴ്സൽ സെൻസിലാണ് ഈ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അത് എല്ലാ മേഖലയിലും ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ, ഓക്കെ, സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലകളിലും ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഐഡിയോളജിനെ നമ്മൾ വളരെ ബ്രോഡർ സെൻസിലുള്ള ഐഡിയോളജി നമ്മൾ ജനറൽ ഐഡിയോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും? കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, ഇതെല്ലാം ജനറൽ ഐഡിയോളജീസ് ആണ്. ഓക്കെ, കാരണം അതെല്ലാം പറയുന്നത് എന്താണ്, അതെല്ലാം പറയുന്നത് ഒരു സൊസൈറ്റിയിലെ എല്ലാ മേഖലകളും എങ്ങനെ റൺ ചെയ്യണം എന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹം എങ്ങനെ റൺ ചെയ്യണം എന്നൊരു ഐഡിയ ആണ് പറയുന്ന ഈ ജനറൽ ഐഡിയോളജി നമുക്ക് പറയാൻ കഴിയുന്നത്. സോഷ്യലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്, ഒരു ജനറൽ ഐഡിയോളജിയാണ്. അപ്പൊ എന്താണ് പെർട്ടിക്കുലർ ഐഡിയോളജി എന്ന് നോക്കാം. പെർട്ടിക്കുലർ ഐഡിയോളജി refers to a specific ideology with a definite set of beliefs and goals. അപ്പം പെർട്ടിക്കുലർ ഐഡിയോളജിയിലേക്ക് വരുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടെ ഷൂഡ് ആണ്. അതിന് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് എന്താണ് ഒരു ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഒരു ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് പറയും, പെർട്ടിക്കുലർ ഐഡിയോളജി എന്ന് പറയും. സച്ച് ആസ് ലിബറലിസം, സോഷ്യലിസം, കൺസർവേറ്റിസം. സോഷ്യലിസം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും സോഷ്യലിസം ഒരു എന്താണ്, സോഷ്യലിസം ഒരു തരത്തിലൊരു ജനറൽ ഐഡിയോളജി തന്നെയാണ് കേട്ടോ. സോഷ്യലിസം പറയുന്നത് സൊസൈറ്റി റൺ ചെയ്യേണ്ട രീതി തന്നെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യലിസം ഒരു തരത്തിൽ ജനറൽ ഐഡിയോളജി ആണ്, പെർട്ടിക്കുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ലിബറലിസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ്, നമ്മൾ ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസത്തിന്റെ ഒരു 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 വേർഷൻ, ഇപ്പൊ ഒരു സാധനം ഒരു മോഡ്യൂൾ ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലിബറലിസത്തിനെ പറയാം. ഇതൊക്കെ തന്നെയാണ് കൺസർവേറ്റിസം എന്ന ഐഡിയ. ഓക്കെ, അപ്പൊ മാർക്സിസം ഇസ് എ പെർട്ടിക്കുലർ ഐഡിയോളജി ബിക്കോസ് ഇറ്റ് ഹാസ് സ്പെസിഫിക് വ്യൂ അബൌട്ട് ക്ലാസ്, എക്കോണമി ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ മാർക്സിസം എന്താണ് പറയുന്നത്, ഈ പെർട്ടിക്കുലർ ഐഡിയോളജിയിൽ പറയുന്ന പല കാര്യങ്ങളും എന്താണ് ഈ ജനറൽ ഐഡിയോളജിയിൽ നമുക്ക് പെടുത്തി പറയാൻ കഴിയും. ഓക്കെ, ജനറൽ ഐഡിയോളജിയിലും നമുക്ക് പെടുത്തി പറയാൻ കഴിയും. പെർട്ടിക്കുലർ ഐഡിയോളജിയും ജനറൽ ഐഡിയോളജിയും തമ്മിൽ അങ്ങനെ പെർട്ടിക്കുലർ ഐഡിയോളജി കുറച്ചും കൂടെ ഷൂഡായിട്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്താണ്, കുറച്ചും കൂടെ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റീനെയൊക്കെ എന്താണ് കേന്ദ്രീകരിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ പെർട്ടിക്കുലർ ഐഡിയോളജി എന്നും, അല്ലാതെ ഒരു സമൂഹം മൊത്തം ഇങ്ങനെ റൺ ആവണമെന്ന് പറയുന്ന കാര്യങ്ങൾ ജനറൽ ഐഡിയോളജി എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തതിന് കുറച്ച് കേൾക്കുന്നില്ലേ? ബാക്കി ആർക്കും കേൾക്കുന്നില്ല? മഞ്ജു കേൾക്കുന്നില്ല? ഓക്കെ.
അപ്പൊ പെർട്ടിക്കുലർ ഐഡിയോളജി എന്ന് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ, കൺഫ്യൂസ് ആവണ്ട. ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തേക്കുന്നവർ കൺഫ്യൂസ് ഉണ്ട്. ഓക്കെ, ഒരു കൺഫ്യൂസിംഗ് ആണ്. റോൾ ഓഫ് ജനറൽ ഐഡിയോളജീസ് ഇൻ അവർ ടൈംസ്, ദ ഐഡിയോളജീസ് ഓഫ് ലിബറലിസം ആൻഡ് കമ്മ്യൂണിസം ഹാവ് ബീൻ ദ two main general ideologies playing an important role in influencing the behavior of states in international life. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിബറലിസവും കമ്മ്യൂണിസവുമാണ് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ജനറൽ ഐഡിയോളജീസിൽ ഒരു മെയിൻ ആയിട്ട് ജനറൽ ഐഡിയോളജിയുടെ ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സമൂഹം എങ്ങനെ റൺ ആകണം അല്ലെങ്കിൽ അതിനോടത്തുള്ള എല്ലാ മേഖലകളും എങ്ങനെ റൺ ആവണം എന്ന് പറയുന്ന കാര്യം നമ്മൾ ജനറൽ ഐഡിയോളജീസ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല മാത്രം ഉണ്ടാവുന്ന കാര്യം പറയുകയാണ്. ഇപ്പൊ മാർക്കറ്റ് എന്നൊരു കാര്യത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു ഐഡിയ ആണെങ്കിൽ അതെന്താണ് പെർട്ടിക്കുലർ ഐഡിയോളജി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും അല്ലേ. അപ്പം ഓക്കെ, പെർട്ടിക്കുലർ ഐഡിയോളജി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ റോൾ ഓഫ് ജനറൽ ഐഡിയോളജിയിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് ജനറൽ ഐഡിയോളജീസ് ആണ് ഈ പറയുന്ന കമ്മ്യൂണിസവും ലിബറലിസവും. ഓക്കെ, റോൾ ഓഫ് പെർട്ടിക്കുലർ ഐഡിയോളജി. Contemporary times clearly reflect the role that several particular ideologies have been playing in international politics. Okay. ഇന്റർനാഷണൽ പോളിസിയിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ ഐഡിയോളജീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് മോർഗൻ ദ്യൂ, ഓക്കെ, ഹാൻസ് മോർഗൻ ദ്യൂവിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഹാൻസ് മോർഗൻ ദ്യൂ എഴുതിയ പുസ്തകത്തിനെ കുറിച്ചും പറഞ്ഞിരുന്നു, പൊളിറ്റിക്സ് ഓഫ് നേഷൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബുക്കിനെ കുറിച്ച് പറയുന്നത് ഈ പൊളിറ്റിക്സ് ഓഫ് നേഷൻസ് എഴുതിയ ആളുടെ പേരെന്താണ് ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു 9 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹാൻസ് മോർഗൻ ദ്യൂ എഴുതിയ ഇന്റർനാഷണൽ റിലേഷൻസിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് പൊളിറ്റിക്സ് ഓഫ് നേഷൻ. അത് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം 3 such typical ideologies of the foreign policy അതാണ് ഐഡിയോളജി ഓഫ് സ്റ്റാറ്റസ് കോ, ഐഡിയോളജി ഓഫ് ഇംപീരിയലിസം ആൻഡ് ആംബിഗസ് ഐഡിയോളജീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഐഡിയോളജി ഓഫ് സ്റ്റാറ്റസ് കോ എന്താ നമുക്ക് നോക്കാം. Nations seeking the preservation of the existing power positions pursue the policy of status quo. The principle that guides the outlook in this respect is what exists must have something in favor, otherwise it would not exist. The policy of states like Switzerland, Denmark, Norway, and Sweden can be defined on the basis of status quo. Ideal status quo is opposed to the ideology of individualism because individualism by its very nature always favors to overthrow the status quo. ഈ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് ഐഡിയോളജി ഓഫ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതായത് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന അതേ കാര്യം, എക്സിസ്റ്റ് ചെയ്യുന്ന അതേ കാര്യത്തിനെ അതേ കണക്ക് കൊണ്ടുപോവുക, സമൂഹത്തിൽ തുല്യതയൊക്കെ ഉറപ്പുവരുത്തി കൊണ്ടുപോവുക എന്നൊരു ഐഡിയ ആണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് സ്വിറ്റ്സർലാൻഡിലും ഡെൻമാർക്കിലും നോർവേയും സ്വീഡനും ഒക്കെയാണ് ഇവർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ബേസിക്കലി നോർവീജിയൻ രാജ്യങ്ങളാണ്. ഓക്കെ, നോർവീജിയൻ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ നോർവീജിയൻ എന്ന് പറയുന്ന ഒരു 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 ഈ സൗത്ത് ഏഷ്യ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രൊവിൻസിൽ വരുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം. അവിടെ എല്ലാം ബേസിക്കലി ഒരു ഈഗ്ലറ്റേറിയൻ, ഓക്കെ, ഈഗ്ലറ്റേറിയൻ സൊസൈറ്റിയെ കുറിച്ച് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, ഞാൻ പറഞ്ഞിരുന്നു. ഈഗ്ലറ്റേറിയൻ ഒരു സൊസൈറ്റി ആണ് അവിടെ ബേസിക്കലി റൺ ആവുന്നത്. അപ്പൊ അതെന്താണ്, കാലാകാലങ്ങളായിട്ട് ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നു വന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു തരം സ്റ്റാറ്റസ് കോ ആണ് അവിടെ വർക്ക് ആവുന്നത്. അവരെന്തിനെ എതിർക്കുന്നുണ്ട്? അവർ ഇമ്പീരിയലിസം എന്ന ഐഡിയോളജിനെ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇമ്പീരിയലിസം എന്ത് ചെയ്യുന്നു, ഇമ്പീരിയലിസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആധിപത്യം, ഒരു വിദേശ ആധിപത്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന ആ രാജ്യത്തിന്റെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ആ രാജ്യത്തിന്റെ സ്റ്റാറ്റസ് കോയിനെ ഇമ്പീരിയലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു വിദേശ ആശയങ്ങൾ എന്ത് ചെയ്യും, അത് ഓവർത്രോ ചെയ്ത് കളയും അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടും എന്നൊരു സംഭവം നിലനിൽക്കുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് ലോകത്തിൽ ഇപ്പം ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യയില് ഈ പറയുന്ന ബ്രിട്ടീഷുകാര് അധിനിവേശം നടത്തി, ഓക്കെ, അല്ലെങ്കിൽ കൊളോണൈസ് ചെയ്തപ്പോ അവരെന്താ ചെയ്തത്, അവര് ബ്രിട്ടീഷുകാർ അവരുടെ കൾച്ചർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കി അല്ലേ. അവരുടെ കൾച്ചറിൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഈ ഐഡിയയിലും പറയുന്നത്. ഐഡിയോളജി ഓഫ് സ്റ്റാറ്റസ് കോ പറയുന്നത് കാലാകാലങ്ങളെ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഐഡിയോളജിയും കസ്റ്റമും അല്ലെങ്കിൽ ആ ഒരു സമൂഹം പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, അതിനെയാണ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. അവർ ഇമ്പീരിയലിസം ഉണ്ട്, കാരണം ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഒരു വിദേശാധിപത്യം വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് കോ അട്ടിമറിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഐഡിയോളജി ഓഫ് ഇമ്പീരിയലിസം. എ പോളിസി ദാറ്റ് സീക്സ് ടു ആൾട്ടർ ദ സ്റ്റാറ്റസ് imperialism. Policy of imperialism is always made of some justification for altering this. That the status so
US, ചൈന ഒരു ഇന്ത്യയോട് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ പറയുന്ന അവര് പല രീതിയിലുള്ള കടത്തിൽ അവർ ഫോം ഓഫ് ഇമ്പീരിയലിസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ബേസിക്കലി ഒരു എക്സിസ്റ്റിംഗ് കൗണ്ടർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങൾ വളരെ ഒന്നും ഇതിനു മുന്നേ ഒന്നുമില്ല, കാരണം ഇതിൽ നിന്നൊന്നും ഇതിനു മുന്നേ ചോദ്യങ്ങളൊന്നും ചോദിച്ചു. ഐഡിയോളജീസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിനകത്ത് കിടക്കുമ്പോൾ ഐഡിയോളജീസ്, ആംബിഗസ് ഐഡിയോളജീസ് ഓഫ് ദ ഐഡിയോളജീസ് ഓഫ് ആന്റി ഇമ്പീരിയലിസം. അപ്പൊ ആംബിഗസ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആംബിഗസ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അതിലൊന്നും പെടാത്ത വളരെ വേഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയോളജി ഞാൻ നേരത്തെ പറഞ്ഞു വാല്യൂ ബേസ്ഡ് ആയിരിക്കും, ഒരു ഡെഫിനിറ്റ് എൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് എൻഡ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഐഡിയോളജി എന്ന് വിളിക്കുന്നു പറഞ്ഞു. പക്ഷേ ആംബിഗസ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ വളരെ വേഗമായിട്ടുള്ള, ഓക്കെ, വളരെ വേഗമായിട്ടുള്ള ഐഡിയോളജീസിനെയാണ് നമ്മൾ ആംബിഗസ് ഐഡിയോളജീസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഐഡിയോളജീസ് അല്ലെങ്കിൽ രാജ്യത്തെ നാഷണൽ ഇൻട്രസ്റ്റ് എന്താണോ, അല്ലെങ്കിൽ ആ സമയത്ത് ആ നേഷന് എന്താണോ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യം അവർ ഐഡിയോളജീസിൽ അവർ ഓൾട്ടറേഷൻ വരുത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് അവരുടെ ഐഡിയോളജിയിൽ ഓൾട്ടറേഷൻ അവർ വരുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഇന്ത്യയുടെ കേസ് വെച്ചിട്ട് നമ്മൾ പറയാം, ഇന്ത്യ ഒരു ടൈം വരെ എന്തായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? ഇന്ത്യ ഒരു 1991 വരെ നമ്മൾ എന്തായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു തരത്തിൽ സോഷ്യലിസം ആയിരുന്നു. ഒരു തരത്തിൽ സോഷ്യലിസം ഞാൻ പറയാൻ കാരണം സോഷ്യലിസം അല്ലായിരുന്നു, പക്ഷെ നമുക്കൊരു സോഷ്യലിസത്തിനോട് വലിയൊരു ചായ്വ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ USSR ആയിട്ട് വളരെ അലൈൻ ചെയ്തിട്ടുണ്ട്. 1991 ശേഷം USSR ഡിസന്റിഗ്രേഷന് ശേഷം എന്ത് വരുന്നു? ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം തന്നെ മാറുന്നു. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ അന്ന് വരെ കീപ്പപ്പ് ചെയ്തിരുന്ന ഈ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിനോടുള്ള ഒരു ചായ്വ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ഇപ്പുറത്തോട്ട് ചായുന്നുണ്ട് അല്ലെ, ഒന്ന് ഈ ക്യാപിറ്റലിസം എന്ന ആശയത്തിലേക്ക് ചായുന്നുണ്ട്. ഇന്ത്യ LPG റിഫോംസ് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു തരത്തിലുള്ള ആംബിഗസ് ഐഡിയോളജിയാണ്. കാരണം നമുക്ക് പ്രധാനം എന്താണ്? നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഈ ആംബിഗസ് ഐഡിയോളജി പറയുന്നത്. അതായത് വളരെ വേഗമായിട്ടുള്ള അപ്പോഴത്തെ നാഷണൽ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഐഡിയോളജീസിനെയാണ് നമ്മൾ ആംബിഗസ് ഐഡിയോളജി പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കി, കാരണം വായിച്ചു നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഓക്കെ, ഇതും എന്താണ്? ഒരു തരത്തില് ആന്റി ഇമ്പീരിയലിസ്റ്റ് ആണ്. ഓക്കെ, ഈ വിദേശ അധിനിവേശത്തിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു ഐഡിയോളജിയാണ് ആംബിഗസ് ഐഡിയോളജീസ്. അതിനകത്തൊരു 3 വകഭേദങ്ങളുണ്ട്: ഐഡിയോളജി ഓഫ് നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ, ഐഡിയോളജി ഓഫ് യുണൈറ്റഡ് നേഷൻ, ഐഡിയോളജി ഓഫ് പീസ്. ഇത് മൂന്നും ബേസിക്കലി പറഞ്ഞ ഐഡിയോളജി ഓഫ് യുണൈറ്റഡ് നേഷൻസ്, ഐഡിയോളജി ഓഫ് പീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആന്റി ഇമ്പീരിയലിസത്തിനെതിരെയും, ഐഡിയോളജി ഓഫ് നാഷണൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അതായത് ഈ നേഷന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാര്യമായിട്ട് മനസ്സിലായിട്ടെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ആയെങ്കിൽ കുഴപ്പമില്ല, കാരണം ഞാൻ പറഞ്ഞു ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഐഡിയോളജീസിന്റെ വളരെ കുറച്ചും കൂടെ തിയററ്റിക്കലായ കാര്യങ്ങളാണ് ആംബിഗസ് ഐഡിയോളജീസും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റി ഇമ്പീരിയലിസ്റ്റ് ഐഡിയോളജീസും സ്റ്റാറ്റസ് കുറച്ചുകൂടെ തിയററ്റിക്കലായ ഐഡിയോളജീസിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് കൊണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ അടുത്തതാണ് ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി. ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഫോറിൻ പോളിസിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നാഷണൽ ഇൻട്രസ്റ്റിൽ പഠിച്ച അതേ തരത്തിലുള്ള ഡിറ്റർമിനൻസ് തന്നെയാണ് ഫോറിൻ പോളിസിയിലും വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, foreign policy is shaped by a set of underlying determinants that influence the nation's behavior in the international system. These determinants include geography, history, economic needs, political structure, socio-cultural factors, and global power dynamics, which together define the people and direction of external relations. Okay. ഫോറിൻ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നേഷന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഇന്റർനാഷണൽ സിസ്റ്റത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കേണ്ടത്, അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ മുൻനിർത്തി ഒരു സ്റ്റേറ്റ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണ്
അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഈ ഫോറിൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദീസ് ഡിറ്റർമിനൻസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക് ഡീൽസ്, പൊളിറ്റിക്കൽ സ്ട്രക്ചർ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഗ്ലോബൽ പവർ ഡൈനാമിക്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഫോറിൻ പോളിസിയെ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇന്ത്യ ഇപ്പം നമ്മൾ ഡിറ്റർമിനൻസ് പഠിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും എക്സാമ്പിൾ ഇന്ത്യയുടെ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, determinants of foreign policy. Foreign policy of a country is shaped by multiple factors that influence its decisions and actions of the international states. Which is leveraged on the key determinants. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡിറ്റർമിനൻസ് എന്ന് നോക്കാം. ഓക്കെ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് ആദ്യത്തെ ഡിറ്റർമിനന്റ്. ഓക്കെ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് ഫോറിൻ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. ഓക്കെ, determines strategic importance, neighbors, access to sea routes and security concerns, influences alliances and conflict based on proximity to other nations. ഓക്കെ, അതായത് എന്താണ്? സ്ട്രാറ്റജിക് ഇമ്പോർട്ടന്റ് ആയ നെയ്ബേഴ്സ്, സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, അതായത് സീ റൂട്ടിന്റെ ആക്സസ്, സെക്യൂരിറ്റി കൺസേൺസ്, നമുക്കുണ്ടാവുന്ന അലയൻസസ്, നമുക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ, യുദ്ധങ്ങൾ എല്ലാം ബേസ് ചെയ്ത് കിടക്കുന്ന എന്തിനാണ്? എല്ലാം ബേസ് ചെയ്ത് നമ്മുടെ ജോഗ്രഫിയിലാണ്. ഞാൻ ഇന്ത്യയുടെ കാര്യം വെച്ച് പറഞ്ഞില്ല. ഇന്ത്യ എവിടെയാണ് കിടക്കുന്നത്? ഇന്ത്യ സൗത്ത് ഏഷ്യയിലാണോ കിടക്കുന്നത്? ഓക്കെ, ഇന്ത്യ സൗത്ത് ഏഷ്യയിലാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അലയൻസ് ആരൊക്കെയാണ്? ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അലയൻസ് സാർക്ക്. ഓക്കെ, സാർക്കാണ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട അലയൻസ്. സാർക്ക് ഏതാണ്? സൗത്ത് ഏഷ്യയിലുള്ള സംഘടനയാണ് അല്ലെ. ഇതാണ് ബിംസ്റ്റെക്. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ആണ് ബിംസ്റ്റെക്. ഓക്കെ, അത് കണക്കാണ് നമ്മുടെ ക്വാഡില് എന്താണ്? അമേരിക്കൻ ഈ പറയുന്ന ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ആണെങ്കിലും ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു റൂട്ടായ ഇൻഡോ പസഫിക് റീജിയനിൽ ഈ പറയുന്ന ഇന്ത്യക്ക് എന്തുണ്ടാവാൻ വേണ്ടി? ഇന്ത്യക്ക് ആധിപത്യം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്ന് പറയുന്ന ഐഡിയയിലാണ് ക്വാഡ് വരുന്നത്. ഓക്കെ, അത് കണക്ക് തന്നെ സെക്യൂരിറ്റി കൺസേൺസ് പറയുകയാണെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ചൈനയുമായിട്ടൊക്കെ നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജോഗ്രഫി ആയതുകൊണ്ടല്ലേ? നമ്മൾ സൗത്ത് ഏഷ്യയിലുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ് അല്ലെ. ഇത് കണക്ക് നമ്മുടെ അലയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സാർക്ക്, അത് കണക്ക് തന്നെ ബിംസ്റ്റെക്, ആസിയാനുമായിട്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതേ കണക്ക് തന്നെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആയിട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? നമുക്കൊരു ലോങ് സീ ലൈൻ ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ഒരു വളരെ വലിയ തീരദേശമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, അതേ കണക്ക് തന്നെയാണ് ഹിമാലയാസ്. ഓക്കെ, ഹിമാലയാസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഹിമാലയസ് എന്ന് പറയുന്നത്. അപ്പം ജോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ റിലേഷൻസിൽ അല്ലെങ്കിൽ ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തതാണ് പോപ്പുലേഷൻ. Size and composition affect economic strength and military potential. Demographic pressure can influence migration policies and international relations. ഓക്കെ, അപ്പൊ സൈസ് ആൻഡ് കോമ്പോസിഷൻ അഫക്ട് ഇക്കണോമിക് സ്ട്രെങ്ത് ആൻഡ് മിലിറ്ററി പൊട്ടൻഷ്യൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നാഷണൽ ട്രസ്റ്റ് പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞതാ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നാഷണൽ ട്രസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞതാ. അപ്പം എന്താണ് ഞാൻ നാഷണൽ ട്രസ്റ്റ് പറഞ്ഞിരുന്നു, നമ്മൾ എന്താണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം പോപ്പുലേഷൻ കൂടുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? എന്തൊക്കെ പറ്റും? പോപ്പുലേഷൻ കൂടുമ്പോൾ എന്തൊക്കെ പറ്റും? എന്തൊക്കെയാണ് ഇന്ത്യക്ക് പോപ്പുലേഷൻ കൂടുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ? ഒരു ഫോറിൻ പോളിസി ആസ്പെക്ട് ഇന്ത്യക്ക് പോപ്പുലേഷൻ കൂടുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരിക്കും? ഒരു പോപ്പുലേഷന്റെ ആസ്പെക്റ്റില് ഇന്ത്യക്ക് എന്താണ്? ഇന്ത്യൻ ഡയസ്പോറയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ഒരുപാട് ആൾക്കാർ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരാണ് നമ്മൾ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്. അവര് നമ്മുടെ ഫോറിൻ പോളിസിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. അവര് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേ കണക്ക് തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യക്ക് ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് കൂടുന്നത്? വർക്ക് ഫോഴ്സ് ആണ് കൂടുന്നത്. ഓക്കെ, അത്രയും വർക്ക് ഫോഴ്സ് ആണ് കൂടുന്നത്, അല്ലെങ്കിൽ അത്രയും ലേബർ ആണ് അവിടെ കൂടുന്നത്. അപ്പൊ ഇത് എന്തിനെ ആകർഷിക്കുന്നു? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഈ പറയുന്ന വർക്ക് ഫോഴ്സ് ആകർഷിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യക്ക് ഇത്രയും വലിയ പോപ്പുലേറ്റ് ആയ രാജ്യമാകുമ്പോൾ, ഇത്രയും കോടാനുകൂടി ആൾക്കാർ ജീവിക്കുന്ന രാജ്യമാകുമ്പോൾ അവിടെ എന്തുണ്ട്? വർക്ക് ഫോഴ്സ് ഉണ്ട്, വളരെ ചീപ്പായ വർക്ക് ഫോഴ്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ,
അപ്പം അവിടെ എന്ത് ഇതിനെ ആകർഷിക്കുന്നു? ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്നത്. നിങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കോർപ്പറേറ്റുകളും കമ്പനികളും ഫാക്ടറികളും കുമിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ് ഓക്കെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഈ ഡെമോഗ്രഫിക്കലി ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. വർക്ക് ഫോഴ്സും ഡയസ്പോറയുമാണ് നമ്മൾ പോപ്പുലേഷനിൽ വെച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ഹിസ്റ്ററി. Past experiences, colonial legacy, wars and treaties shape perceptions and policies. Historical relationship with other countries have trust and cooperation. Okay. അപ്പം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു കൊളോണിയൽ ലെഗസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നാം നോൺ അലൈൻഡ് മൂവ്മെന്റ് പറഞ്ഞൊരു സംഭവം തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് നാം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യങ്ങളുമായിട്ടും ചേരാൻ നിൽക്കുക, അല്ലെങ്കിൽ ന്യൂട്രൽ ആയ സ്റ്റാൻഡുകൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഈ കൊളോണിയൽ ലെഗസിയും അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെർസെപ്ഷനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസിലെ പെർസെപ്ഷനെ അത് ഈ പറയുന്ന രീതിയിൽ ഒന്ന് ക്രോഡീകരിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യൻ യൂണിയൻ ഫോം ആയിട്ട് മുന്നേ ആണെങ്കിലും, അതായത് 1947 മുന്നേ ആണെങ്കിലും, പല നാട്ടുരാജ്യങ്ങളായിട്ടിരുന്ന ഒരു സമയത്താണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തുണ്ടായിരുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യങ്ങളെയും അധിനിവേശം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളായാലും അങ്ങോട്ട് ഈ പറയുന്ന ഒരു ഇന്ത്യയുടെ ഒരു ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി വിട്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല? അധിനിവേശം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എക്സ്പാൻഷനോ കാര്യങ്ങളൊക്കെ ഒന്നും ശ്രമിച്ചിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. 1947 ഇന്ത്യൻ യൂണിയൻ എന്നുള്ള സംഭവം ഫോളോ ആയതിനു ശേഷവും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല? എവിടെയും അധിനിവേശം നടത്തിയിട്ടില്ല. അതൊക്കെ നമ്മുടെ ഒരു ലെഗസിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രമാണ്. നമ്മൾ ഇന്നും കീപ്പപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു ലെഗസിയാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററിയാണ് അതൊക്കെ. അതെടുക്കാണ് ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ്. ഇന്ത്യക്കും ചൈനയ്ക്കും എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഹിസ്റ്റോറിക്കലി തന്നെ ഒരു വാർ നടന്നിട്ടുണ്ട് ഇന്ത്യക്ക് ചൈനയ്ക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷവും നമ്മൾ തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് എന്തുണ്ട്? സ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ട്. അതേ കണക്ക് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചരിത്രാതീതപരമായിട്ട് എന്താണ്? ശത്രുക്കളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എൻമിറ്റി വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പം ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ പോളിസി ഈ പറയുന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് തന്നെയാണ് USSR ആയിട്ടുള്ള നമ്മുടെ ബന്ധവും. ചരിത്രാതീതപരമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ വളരെ ഇപ്പം ഇന്ത്യൻ യൂണിയൻ ഫോമായ കാലം തൊട്ടേ നമ്മുടെ ഏറ്റവും നല്ലൊരു ബന്ധം, അല്ലെങ്കിൽ ഒരു വളരെ സ്റ്റേബിൾ ആയ ഒരു റിലേഷൻ കീപ്പപ്പ് ചെയ്യുന്ന രാജ്യമാണ് USSR എന്ന് പറയുന്നത്. USSR ഡിസിന്റഗ്രേഷന് ശേഷം USSRന്റെ സക്സസർ ആയ റഷ്യയുമായിട്ട് നമ്മൾ ഇപ്പോഴും നല്ല ബന്ധത്തിലാണ് നിൽക്കുന്നത്. റഷ്യക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ വളരെ ക്രെഡിബിൾ ആയ ഒരു പാർട്ട്ണറാണ്. ഓക്കെ, economic resources, availability of natural resources and economic strength determine bargaining power. Okay, economic needs drive trade policies and foreign investments. Okay, അപ്പോൾ നാച്ചുറൽ റിസോഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും, ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ കാര്യത്തിലാണെങ്കിലും, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലോകത്തിൽ തന്നെ ഇത്രയും പോപ്പുലർ ആയ രാജ്യമായിട്ട് എന്താണ്, ലോകത്തിൽ തന്നെ വലിയൊരു മാർക്കറ്റും കൂടിയാണ് ഇന്ത്യ. അപ്പം ഇന്ത്യയിലേക്ക് ഈ പറയുന്ന രീതിയിൽ ട്രേഡ് പോളിസീസ് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നതൊക്കെ എന്താണ്? ഈ പറയുന്ന രീതിയിൽ എക്കണോമിക് റിസോഴ്സ് വലിയൊരു ഭാഗമാണ്. അടുത്താണ് ഐഡിയോളജി. പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ബിലീഫ് ഇൻഫ്ലുവൻസസ് അലയൻസ് ആൻഡ് കോൺഫ്ലിക്ട്. ഐഡിയോളജിക്കൽ അഫിനിറ്റി ഓർ ഒപ്പോസിഷൻ ക്യാൻ ഷേപ്പ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ, അതായത് നമുക്ക് ഒരു 1991 വരെ നമുക്ക് എന്തുണ്ടായിരുന്നു? നമുക്ക് ഐഡിയോളജിക്കലി നമ്മൾ സോഷ്യലിസമായിട്ട് വളരെ ഇൻക്ലൈൻഡ് ആയിരുന്നു. ഓക്കെ, സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയോളജി നമ്മൾ ഇൻക്ലൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്നു? നമുക്ക് USSR ആയിട്ട് വളരെ അടുത്ത, അതായത് USA നമ്മൾ തീരെ അടുപ്പിക്കാത്ത സമയത്ത്, USA തീരെ അടുപ്പിക്കാത്ത സമയത്ത് നമ്മൾ കൂടുതൽ അടുക്കുന്ന ആരുമായിട്ടാണ്? USSR ആയിട്ടായിരുന്നു. അതിന് വളരെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് എന്തുണ്ടായിരുന്നു? ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയയിലേക്ക്, അല്ലെങ്കിൽ ഈ ഗാന്ധിയൻ സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയയിലേക്ക് വളരെ ആകൃഷ്ടരായിരുന്നു. അപ്പം ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇന്നത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്, അല്ലെ? ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറിൻ പോളിസിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 2014 ഈ മോദി വന്ന ടൈമില് മാലിദ്വീപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സൗത്ത് ഏഷ്യയിലൊക്കെ വരുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ്സ്. ഓക്കെ, അപ്പൊ മാലിദ്വീപ്സ് രാജ്യത്തില് അവിടുത്തെ പ്രസിഡന്റുമായിട്ട് നമ്മുടെ രാജ്യത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം അവിടുത്തെ പ്രസിഡന്റായ മുഹമ്മദ് മൂസിൻ എന്നാണ് പുള്ളിയുടെ പേരും തോന്നുന്നു. ഓക്കെ, മുഹമ്മദ് മൂസിൻ എന്നാണ് പുള്ളിയുടെ പേര് തോന്നുന്നു.
അപ്പം പുള്ളിക്കാരൻ എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന ഒരു വളരെ റൈറ്റ് വിങ് ആയ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ എന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് പുള്ളി തുറന്ന് പ്രകടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ആര് വരുന്നുണ്ട്, ഈ മോദിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ പുതിയൊരു പ്രസിഡന്റ് വന്നു. പക്ഷെ ആ പുതിയ പ്രസിഡന്റ് വന്നപ്പോ പുള്ളി എന്ത് ചെയ്തു, പുള്ളി കുറച്ചുകൂടെ മോദി ഭക്തനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മോദിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് വിങ്ങുമായിട്ട് വളരെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം എന്താണ് ഗെയിംസ് നേടിയെടുക്കുക എന്ന് പറഞ്ഞ ഐഡിയ ആ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം ഐഡിയോളജി എന്ന് പറയുന്ന സാധനം ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, efficiency of the government. Effective governance ensure coherent and consistent foreign policy. Bureaucratic capacity and political stability impact policy implementation. Okay. അതായത് ഒരു എഫക്റ്റീവ് ആയ ഒരു ഗവർണൻസ് ഉണ്ടെങ്കിൽ എന്ത് ഉറപ്പുവരുത്താൻ പറ്റും, പോളിസി ഇംപ്ലിമെന്റേഷൻ മാത്രമല്ല ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈ പറഞ്ഞ ക്രെഡിബിൾ ആയ ഒരു ഫോറിൻ പോളിസി നമുക്ക് വെച്ച് പുലർത്താൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം 2010 മോദിയുടെ ഗവൺമെന്റ് ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ കുറച്ച് അത്യാവശ്യം ഭയങ്കര നീറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയ ജയശങ്കർ വളരെ വളരെ എഡ്യൂക്കേറ്റഡ് ആയ, അല്ലെങ്കിൽ വളരെ ഈ ഫോറിൻ പോളിസിയിൽ വളരെ പ്രാതിനിധ്യം IAS ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു ജയശങ്കർ. ഓക്കെ, അപ്പോൾ വളരെ പ്രാക്ടിക്കലായ, അതേ കണക്കിന് വളരെ ഈ പറയുന്ന കേപ്പബിൾ ആയ ഒരു നേതാവാണ് ജയശങ്കർ. അല്ലെങ്കിൽ ഫോറിൻ മിനിസ്ട്രി എന്ന് പറയുന്ന മിനിസ്ട്രി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ജയശങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. ഓക്കെ, അപ്പം പുള്ളിയുടെ അണ്ടറിൽ അത്യാവശ്യം ഫോറിൻ പോളിസി വളരെ മികച്ച രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് ബ്യൂറോക്രസി ആരാണോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ് ആരാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആരാണോ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഈ ഫോറിൻ പോളിസിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഡിപ്ലോമസി, സ്കിൽഫുൾ നെഗോസിയേഷൻസ് ആൻഡ് റെപ്രസെന്റേഷൻ ഹെൽപ്പ് ഇൻ അഡ്വാൻസിംഗ് നാഷണൽ ഇൻട്രസ്റ്റ്. ഡിപ്ലോമാറ്റിക് നെറ്റ്വർക്ക്സ് ഇന്റർനാഷണൽ പ്രസൻസ് ആർ ക്രൂഷ്യൽ. ഓക്കെ, നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കണ്ണും കാതുമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാനും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കണ്ടു ബോധിച്ച് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഡിപ്ലോമാറ്റ്സിന്റെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ടാണ് കണ്ണും കാതും എന്ന് പറയുന്നത്. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അടുത്താണ് ക്രൈസിസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇവന്റ്സ്. വാർസ്, കോൺഫ്ലിക്ട്സ്, സഡൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്സ് can cause policy shifts. Emergency response after redefined priorities. From wars, conflict, or sudden international developments can policy shift. അപ്പം ഇതിന്റെ ഒരു പോയിന്റ് വെച്ച് നമുക്ക്, കാരണം ഇപ്പം ഇന്ത്യ സത്യം പറഞ്ഞാൽ ഈ ന്യൂട്രൽ ആയിട്ട് നിന്ന് വലിയ പ്രശ്നത്തിലാണ് ഉണ്ടായി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ത്യ വളരെ ന്യൂട്രൽ ആയ സ്റ്റാൻഡുകളാണ് എല്ലാ കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കുന്നത്. മാക്സിമം ഒരു ചായ ഒക്കെ ഉണ്ടാവുമെങ്കിൽ മാക്സിമം വളരെ ഒരു ന്യൂട്രൽ ആയ സ്റ്റാൻഡാണ് എടുക്കാൻ ശ്രമിക്കുക. അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുന്ന ടൈമിൽ റഷ്യ ഇന്ത്യയുടെ വലിയ അലയാണ്. അതുകൊണ്ട് റഷ്യനെ തള്ളി പറയാനും പറ്റത്തില്ല, പക്ഷെ യുക്രൈന്റെ കൂടെ നിൽക്കുകയും വേണം. അങ്ങനെ വലിയ പ്രശ്നത്തിലായി പോയിട്ടില്ല. ഇപ്പം ഇറാന്റെ യുദ്ധം നടക്കുന്ന ടൈമിലും ഈ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പം അമേരിക്കയും തള്ളി പറയാൻ പറ്റില്ല, പക്ഷെ ഇറാനുമായിട്ട് ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ട്. ഇറാനിൽ നമുക്ക് ഓയിൽ വരാണ്ട്. അതുകൊണ്ടാണ് ഈ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനി കൊല്ലപ്പെട്ടിട്ട് 3-4 ദിവസം എടുത്തു ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരാൻ തന്നെ. അപ്പം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ അവിടെ പോളിസിയെ ഒരുപാട് ബാധിക്കും. ഓക്കെ, കാരണം നമ്മൾ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം മതി പിന്നീടുള്ള കാലാകാലങ്ങൾക്ക് നമ്മുടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഡൈനാമിക്സ് തന്നെ മാറ്റിമറിക്കും. ഓക്കെ, നമ്മളിപ്പം ഇറാനെതിരെ നമ്മൾ തുറന്നടിച്ചു, അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ നമ്മൾ തുറന്നടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? നമുക്ക് ഈ എക്സ്പോർട്ട് കാര്യങ്ങളിലൊക്കെ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു പക തീർക്കാൻ എന്ന രീതിയിൽ ഒരു എംബാർഗയോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു സാങ്ഷൻ ഒക്കെ വെച്ച് തരാം. ഓക്കെ, ഒരു സാങ്ഷൻ ഒക്കെ വെച്ച് തരാം. നമ്മുടെ ഈ ടാരിഫ്, നമ്മൾ കയറ്റുമതി ഇറക്കുമതിക്ക് ഉപയോഗിക്കുന്ന ടാരിഫ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺസിന് വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കാര്യമൊക്കെ അറിയാലോ. ട്രംപ് ഇന്നെന്താണ് നാളെ എന്താണെന്ന് പറയുന്നത് പോലും ഒരു ധാരണയില്ലാതെ പോകുന്ന ഒരു ലീഡറാണ്. വളരെ ഇൻകേപ്പബിൾ ആയ ഇൻഎഫിഷ്യന്റ് ആയ ലീഡറാണ് ട്രംപ് എന്ന് ഞാൻ പേഴ്സണലി പറയും. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറയൊക്കെ ചിലപ്പോൾ അത് ബാധിക്കാം. അപ്പൊ ഒരു പോയിന്റ് പറയുക, ഒരു അഭിപ്രായം പറയുക ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധമോ കോൺഫ്ലിക്റ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നോക്കിയും കണ്ടും വേണം. ഇല്ലെങ്കിൽ എന്ത് കിട്ടാം, വലിയൊരു പണി അതിന്റെ പുറകെ വരാം. അതിനൊക്കെ തന്നെ എമർജൻസി റെസ്പോൺസിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എമർജൻസി സിറ്റുവേഷനിൽ. അതിനൊരു എക്സാമ്പിൾ വെച്ചാൽ നേപ്പാളിൽ
നേപ്പാളിൽ എർത്ത് വേക്ക് ഉണ്ടായപ്പോൾ നേപ്പാളിലെ ഫസ്റ്റ് റെസ്പോണ്ടർ ആരായിരുന്നു നമ്മൾ വിളിച്ചത്? ഇന്ത്യ ആയിരുന്നു അല്ലെ. നേപ്പാളിൽ എർത്ത് വേക്ക് ഉണ്ടായിരുന്നപ്പോൾ നേപ്പാളിലെ ഫസ്റ്റ് റെസ്പോണ്ടർ ഇന്ത്യ ആയിരുന്നു. കാരണം നേപ്പാൾ നമ്മളത്ര പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നാണ് നമ്മളവിടെ കാണിക്കുന്നത്. അതേ കണക്ക് തന്നെ ശ്രീലങ്കയിൽ സിവിൽ വാർ വന്നപ്പോൾ ഇന്ത്യ ഒരുപാട് നല്ല സഹായം ചെയ്തിരുന്നു. കാരണം ഇതെല്ലാം എന്താണ്, നെയ്ബേഴ്സ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കലും നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പം നെയ്ബേഴ്സിന് പ്രയോറിറ്റൈസ് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി തന്നെ ഇന്ത്യക്ക് ഉണ്ട് അല്ലെ. അപ്പോൾ നെയ്ബേഴ്സിന് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന എന്താണ്, ഇവര് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, അപ്പം അവരെ നമ്മൾ തിരിച്ച് സഹായിക്കണം, ബാധ്യസ്ഥരാണ് എന്ന രീതിയൊക്കെയാണ് അവിടെ വെച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്രൈസിസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇവന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മൾ പറഞ്ഞതാണ്. മിലിറ്ററി കമ്മ്യൂണിക്കേഷനും ടെക്നോളജി, ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ലോ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലയൻസ് വിത്ത് ഇന്റർനാഷണൽ നോംസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്ലോബൽ ഓർഗനൈസേഷൻ ഷേപ്പ് ബിഹേവിയർ. ഓക്കെ, അതായത് ഇന്റർനാഷണൽ നോംസ് ഫോളോ ചെയ്ത് പോവുക, വളരെ അച്ചടക്കത്തോടു കൂടി. ഞാൻ പറഞ്ഞൊരു മൊറാലിറ്റി ആണ്, ബേസിക്കലി ഇതെല്ലാം മൊറാലിറ്റി ആണ്, ഒരു ധാർമ്മികതയുടെ പുറത്താണ് നോംസ് പാലിച്ചു പോകേണ്ടത്. കാരണം ഒരു തരത്തിലുള്ള ഇന്റർനാഷണൽ നോംസ് പാലിക്കാത്ത രാജ്യങ്ങളുണ്ട്. അമേരിക്ക ഒരു യുദ്ധം നടത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന അധിനിവേശം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള ഇന്റർനാഷണൽ നോംസും പാലിച്ചിട്ടില്ല. അതിലൊരു പാലിക്കേണ്ട ബേസിക് ആയ ഒരു മര്യാദകളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റും പാലിക്കാതെയാണ് അമേരിക്ക നടത്തിയിട്ടുള്ള അധിനിവേശങ്ങളെല്ലാം. ഓക്കെ, പക്ഷെ ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇന്റർനാഷണൽ നോംസിനെയൊക്കെ വളരെ പാലിച്ചുകൊണ്ട് ഒരു ധാർമ്മികത പുലർത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാ ആക്ഷൻസും നടത്തുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഗ്ലോബൽ ഓർഗനൈസേഷൻ. ഇപ്പൊ UN പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ബ്രിക്സ് പോലുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻസിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ പോളിസി കൂടെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ മെക്കാനിസം ഫോർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കോപ്പറേഷൻ. അപ്പം ഈ UN പ്രവർത്തിക്കുമ്പോൾ നമ്മൾ UN ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ് UN ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനും കൂടുതൽ ഒരു മെക്കാനിസം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഈ പറയുന്ന സംഘടനകൾ ഉണ്ടാകും എന്നൊരു ഉറപ്പും കൂടിയാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ കോപ്പറേഷനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് വേറെ ഒരു സംഭവം കൊണ്ടുള്ളത് പബ്ലിക് ഒപ്പീനിയൻ ഒരു വേറൊരു വലിയ ഫാക്ടറാണ്. ഓക്കെ, ഇന്റർനാഷണൽ റിലേഷൻസിൽ എന്ത് പബ്ലിക് ഒപ്പീനിയൻ ഫോറിൻ പോളിസി നിശ്ചയിക്കുന്നതിൽ വലിയൊരു ഫാക്ടറാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണെന്ന് തോന്നുന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ ഇപ്പം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോറിൻ പോളിസി രൂപീകരിക്കുന്നത് വലിയ പ്രശ്നമാണ്. ഓക്കെ, ഒരു മെജോറിറ്റിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ തോന്നിയ രീതിയിൽ ഒപ്പീനിയൻ എടുത്തിട്ട് അത് എന്തായി വരും ജനാധിപത്യ രാജ്യത്തിൽ? അത് നിങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്തിൽ അതൊരു വോട്ട് എന്ന രീതിയിൽ തിരിച്ചടിയായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന കാര്യം ജനാധിപത്യ രാജ്യങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഈ യൂണിറ്റ് നമ്മൾ തീർത്തു. ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു യൂണിറ്റ് അല്ല ഇത് ആക്ച്വലി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മോഡ്യൂൾ 3യുടെ IR പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, politics are struggle for power as a psychological relation between those who exercise it and over whom is exercised. Okay, ഇത് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ പവറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് തിയററ്റിക്കൽ രീതിയിലുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ തിയറിക്ക് വലിയ പുഷ് കൊടുക്കാതെ ഐഡിയോളജിയുടെ കാര്യമൊക്കെ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പം ഇത് ബേസിക്കലി എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കോട്ടുകളൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരുപാട് കോട്ടുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ആൾക്കാരുടെയൊക്കെയാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് കോട്ടുകളൊക്കെ ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല. അപ്പം ഞാൻ കുറച്ച് കോട്ടുകളൊക്കെ ഞാൻ കൊടുക്കും, പറ്റുന്ന രീതിയിൽ ഒരു 10-20 കോട്ട് വരെ മാക്സിമം കൊടുക്കും. ബാക്കിയുള്ള കോട്ട്സ് നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെ പവർ പോലുള്ള ഇപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചില പാർട്ടിയിൽ നിന്ന് മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് എല്ലാ കൊല്ലവും മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ട്സ്. അപ്പം ആ സ്പെസിഫിക് ആയ പാർട്ടിയിൽ നിന്ന് മാത്രം നോക്കിയാലും മതി. ഇനി പുറത്തുനിന്ന് ഒരെണ്ണം വന്നാലും നിങ്ങളത് വിട്ടേരെ, കുഴപ്പമില്ല. അല്ല, ട്രൈ ചെയ്യണം, അങ്ങനെയല്ല. പക്ഷെ എന്താണ്, അതിന് ഒരുപാട് വെയിറ്റേജ് കൊടുത്തില്ലെങ്കിലും ഈ പറയുന്ന പിന്നെയും ചോദിക്കുന്ന ഭാഗങ്ങളിലെ കോട്ട്സ് നന്നായിട്ട് നോക്കുക. അപ്പം ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ആൻസെ മോഗന്ത്യു ആണ്. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ആൻസെ മോഗന്ത്യു ആണ്. ഓക്കെ, പിന്നെ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന മോഡ്യൂൾ 1 കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് മോഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്ത് പോകാം. മോഡ്യൂൾ 1 ചെയ്താൽ ചിലപ്പോൾ നമുക്ക് 2ലേക്ക് കിടക്കുമ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടും. Formulation and implementation of a group of principles which shape the behavior pattern of a state while negotiating with other states to protect or further its own interest. എന്താണ് വായിച്ചു ഈ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട്
പറയൂ എന്താണ് എന്താണ് ഇതിന്റെ ഉത്തരം? എന്താണ് ഉത്തരം? നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് മൊത്തത്തിൽ വായിച്ച് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഓഫ് പ്രിൻസിപ്പിൾസ്, പാറ്റേൺ ഓഫ് എ സ്റ്റേറ്റ്, ബിഹേവിയർ പാറ്റേൺ ഓഫ് എ സ്റ്റേറ്റ്, നെഗോഷിയേറ്റിംഗ് വിത്ത് അതർ സ്റ്റേറ്റ്സ്, ഓക്കെ, ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ്, പ്രൊട്ടക്ടിങ് ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ്. ഇങ്ങനത്തെ കുറച്ച് കീവേഡ്സ് വെച്ച് കണക്ട് ചെയ്തെന്ന് പറയും. എന്തായിരിക്കും അത്? എല്ലാവരും ഉറങ്ങിപ്പോയാ? ഇല്ലേ? ഹലോ, എന്തായിരിക്കും? ചുമ്മാ ഒരു ഗസ് അടിക്കേ, തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ. എന്തായിരിക്കും? ഫോറിൻ പോളിസിയാണ് കേട്ടോ, ഫോറിൻ പോളിസിയാണ് ഉത്തരം. ഓക്കെ, നെഗോഷിയേറ്റിംഗ് വിത്ത് അതർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഒരു ടേം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഹൂ ട്രീറ്റ്സ് ഇക്വിലിബ്രിയം മെയിൻലി ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ബാലൻസ് ഓഫ് പവർ. ഇത് മോർട്ടൻ കപ്ലാന്റെ ഒരു സംഭവമാണ്. ഓക്കെ, മോർട്ടൻ കപ്ലാന്റെ ഒരു തിയറിയാണ്. അത് നമ്മൾ പഠിച്ചിരുന്നു എന്നാണ്. നിങ്ങൾ ബാക്കി മറ്റേ പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോർട്ടൻ കപ്ലാന്റെ ഒരു തിയറിയാണ് ബാലൻസ് ഓഫ് പവറിൽ പറയുന്നത്. ഓക്കെ, പൊളിറ്റിക്സ് among nations was written by, ഇത് പറയാം, ഇത് പറയാം. പൊളിറ്റിക്സ് among nations was written by, ആരാണ് പൊളിറ്റിക്സ് among nations എഴുതിയത്? ആ, വെരി ഗുഡ്. ആൻസേ ഉറങ്ങിയിട്ടില്ല. ആൻസേ മോർഗന്തി ആണ് പൊളിറ്റിക്സ് among nations എഴുതിയത്. ഓക്കെ, ഓതർ ഓഫ് ദ എൻഡ് ഓഫ് ഐഡിയോളജി. അപ്പം ഈ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങളുടെ ഇതിനെ വെച്ചിട്ടുള്ള ഓതേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ അല്ലാതെ ഉണ്ടാക്കി തരാം കേട്ടോ. ഓതേഴ്സും മെയിൻ ആയിട്ടുള്ള ബുക്സും. അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നു, ഈ ഓതേഴ്സും ബുക്സും എടുക്കുമ്പോഴും കോഡ്സ് എടുക്കുമ്പോഴും നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നും ബുക്കും ഒരു ഓർഡർ ആക്കി എടുക്കുക എന്ന് പറയുന്ന നടപടിയാവുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം നോക്കണം. ഓക്കെ, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇപ്പം ഒരു ഇങ്ങനെ മാത്രമല്ല, ഇന്റർനാഷണൽ റിലേഷൻസിലുള്ള മേജർ ഓതേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനും അല്ലാതെ ഒരു സെപ്പറേറ്റ് PDF പറയാൻ നോക്കട്ടെ. ഓക്കെ, നമുക്ക് തരാം. ഇത് ഒന്ന് ഈ യൂണിറ്റ് ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എൻഡ് ഓഫ് ഐഡിയോളജി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ഡാനിയൽ ബെല്ലാണ് കേട്ടോ. എൻഡ് ഓഫ് ഐഡിയോളജി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ഡാനിയൽ ബെല്ലാണ്. International politics is the art of influencing or manipulating or controlling major groups so as to advance some against the opposition of others. ഇതും ഒരു എന്താണ്, ഒരു കോട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകാം. ക്വിൻസി റൈറ്റ് പറഞ്ഞൊരു കോട്ടാണ്. ഓക്കെ, ഞാൻ ഈ യൂണിറ്റിൽ ഞാൻ കുറച്ച് കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ കോട്ടുകൾ നിങ്ങൾ നോക്കുക. ഓക്കെ, ആ കോട്ടുകൾ നിങ്ങൾ നോക്കുക. അത് കണക്ക് നിങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു ഫോം, ഒരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു മോർഗന്ത്യൂസ് റിയലിസം, a foreign policy based on any other consideration except the national interest is bound to meet failure. Okay, Morgenthau does not precisely define national interest. ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ നോക്കുക. ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അതായത് മോർഗന്ത്യു പറയുന്നത് നാഷണൽ ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്യാതുള്ള വരുന്ന ഫോറിൻ പോളിസീസ് എല്ലാം അവസാനിക്കുന്നത് ഫെയിലിയറിലായിരിക്കും. ഓക്കെ, ഫെയിലിയറിലായിരിക്കും എന്നാണ് പറയുന്നത് മോർഗന്ത്യു. ഇതാണ് തന്നെ മോർഗന്ത്യു അതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ഒരു അസേർഷൻ ഉണ്ട്, റീസൺ ഉണ്ട്. ഇതൊരു വളരെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. റീസൺ ഉണ്ട്. റീസൺ പറയുന്നത് പറഞ്ഞാല് മോർഗന്ത്യു ഡസ് നോട്ട് പ്രിസൈസ്ലി ഡിഫൈൻ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന്. ഓക്കെ, അതായത് മോർഗന്ത്യു നാഷണൽ ഇൻട്രസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ റീസൺ പറയുന്നത്. ഇത് നിങ്ങൾ ഇതാണ് റീസൺ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിൽ വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിംഗ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമുക്ക് തെറ്റാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ അസേർഷൻ റീസൺ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഫോക്കസ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസ് ഇതേ കണക്കായിരിക്കും, കൺഫ്യൂസിംഗ് ആയിരിക്കും. ഇത് പറയാൻ പറ്റുമോ നോക്കിയാൽ. പറ്റുന്നില്ല. ബേസിക്കലി ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ,
മോർഗൻ ദ്യൂവിന്റെ റിയലിസം എന്താണ് പറയുന്നത്? നാഷണൽ ഇൻട്രസ്റ്റിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് മോർഗൻ ദ്യൂവിന്റെ റിയലിസം പറയുന്നത്. ഓക്കെ, അപ്പം തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് നാഷണൽ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളൊരു ഫോറിൻ പോളിസി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെന്ന് നിൽക്കാൻ പോകുന്നത് ഫെയിലിയറിലായിരിക്കും. ഓക്കെ, അതൊരു തോൽവി ഫോറിൻ പോളിസി ആയിരിക്കും എന്നാണ് മോർഗൻ ദ്യൂ പച്ച മലയാളത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് മോർഗൻ ദ്യൂ കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ്. അത് കറക്റ്റ് ആണ്. ഈ പറയുന്ന അസേർഷന് ഇത് കറക്റ്റ് അല്ല. ഓക്കെ, ഈ റീസൺ കറക്റ്റ് അല്ല. ഈ പറയുന്ന അസേർഷന്റെ കറക്റ്റ് റീസൺ എന്താണ്? ഈ പറയുന്ന ഒരു ഫോറിൻ പോളിസി നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ നാഷണൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് ഫോറിൻ പോളിസി നിശ്ചയിച്ചെങ്കിൽ അത് ഫെയിലിയറിലാകും എന്ന് പറയുന്ന റീസൺ എന്താണ്? റീസൺ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻട്രസ്റ്റ്, കാരണം ഈ ലോകം ഒരു അനാർക്കിയിലാണ് പോകുന്നത്. അപ്പം സർവൈവലാണ് എല്ലാ രാജ്യത്തിനെയും പ്രധാനം. അപ്പം സ്വന്തം നാഷണൽ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്തു പോകാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ഈ അസേർഷന്റെ റീസൺ എന്ന് പറയുന്നത്. അല്ലാതെ നാഷണൽ ഇൻട്രസ്റ്റിന് പ്രോപ്പർ ഡെഫിനിഷൻ മോർഗൻ ദ്യൂ പറഞ്ഞിട്ടില്ല എന്നതല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? both A and R are true, but R is not the correct explanation എന്നാണ്. ഓക്കെ, ബി ആണ്. ഓക്കെ, ബി ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ച് കൺഫ്യൂസിങ് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ അസേർഷന് ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷെ അസേർഷന്റെ കറക്റ്റ് റീസൺ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം അസേർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഫോറിൻ പോളിസി നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവണം? നാഷണൽ ഇൻട്രസ്റ്റിന് കൺസിഡറേഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് ഫെയിലിയറിലേക്ക് വന്നെത്തും എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കണം? അതിന്റെ റീസൺ എന്ന് പറയുന്നത് കാരണം ലോകം മൊത്തം സർവൈവലാണ് നടക്കുന്നത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന രീതിയിലാണ് ലോകം മൊത്തം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, നാഷണൽ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കി കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നോട്ട് പോവുകയും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ഈ ഒരു രീതിയിലേക്ക് വേണം ഇതിന്റെ റീസൺ എത്താൻ. ഞാനിപ്പോ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിലും ഈ ഒരു ഐഡിയയിൽ വേണം അതിന്റെ റീസൺ ഉണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? നാഷണൽ ഇൻട്രസ്റ്റിന് പ്രോപ്പർ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഫെയിലിയറിലേക്ക് വന്നെത്തുന്നു. ഓക്കെ, അപ്പൊ ആ റീസൺ തെറ്റാണ്. പക്ഷെ ഈ റീസൺ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കറക്റ്റാണ്. മോർഗൻ ദ്യൂ എന്ത് ചെയ്തിട്ടില്ല? മോർഗൻ ദ്യൂ നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം മോർഗൻ ദ്യൂ അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു നേഷണൽ ഇൻട്രസ്റ്റ് സ്റ്റേബിൾ ആയ ഒരു കാര്യമല്ല. ഒരു നേഷണൽ ഇൻട്രസ്റ്റ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പം ഞാൻ ഇന്ത്യയുടെ എക്സാമ്പിൾ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് 1991 വരെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് USSRനോടായിരുന്നു. പക്ഷെ 91 ശേഷം അത് കുറച്ച് അമേരിക്കയിലേക്ക് ഇൻട്രസ്റ്റ് മാറി. അത് തന്നെയാണ് മോർഗൻ ദ്യൂ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം സ്റ്റേബിൾ ആയ ഒരു കാര്യമല്ല. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് അപ്പം എന്താണോ സാഹചര്യം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം അപ്പം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് നാഷണൽ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കും എന്നാണ് മോർഗൻ ദ്യൂ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരം ക്വസ്റ്റ്യങ്ങളെ സൂക്ഷിക്കുക, ഇത്തരം ക്വസ്റ്റ്യങ്ങളെ വളരെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണ്, ഇത് രണ്ട് കറക്റ്റാണ്, പക്ഷേ ഇതെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ ഞാൻ 10 പേജിൽ വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉള്ളത് ഓക്കെ എനിക്ക് ഒന്ന് കേട്ടിട്ടില്ല. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷൻ ഉള്ള സാധനം വെച്ച് ചെയ്തു തരാം. ഓക്കെ, ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ ഉള്ള ഫയൽ വെച്ച് ഇട്ട് തരുന്നതായിരിക്കും. അപ്പം ഇതാണ് പ്രീവിയസ് ഇയർ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ പഠിച്ചതിനൊന്നും ഇപ്പൊ നമ്മളിപ്പോ നോക്കിയതിനൊന്നും ചോദിച്ചിട്ടില്ല. കാരണം ഈ പറഞ്ഞ ഇക്വലിബ്രിയം ഈ വരുന്ന യൂണിറ്റിലെ ക്വസ്റ്റൻ അല്ല. ഞാൻ ജസ്റ്റ് പിന്നെ ബാലൻസ് ഓഫ് പവർ കണ്ടപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. അത് കണക്ക് തന്നെ ഈ പൊളിറ്റിക്സ് ആൻഡ് നേഷൻ ആരുടെ ബുക്കാണ് എന്ന് പറയുന്നത് ഈ യൂണിറ്റിലെ എന്താണ് ക്വസ്റ്റൻ അല്ല. ഓക്കെ, ബാക്കിയൊക്കെ ഈ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ്. പക്ഷെ വന്നേക്കുന്നതൊക്കെ എന്താണ്? വന്നേക്കുന്നത് ഫുള്ള് കോഡ്സും ഒരു ബുക്കിന്റെ പേര്, പിന്നെ ഈ നാഷണൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് മോർഗൻ ദ്യൂ പറഞ്ഞിട്ടുള്ള നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച്. അതും വേണമെങ്കിൽ നമുക്ക് ഈ യൂണിറ്റിൽ അല്ലാന്ന് വേണമെങ്കിൽ പറയാട്ടോ. ആ ലാസ്റ്റ് കൊടുത്തേക്കുന്ന അസോസിയേഷൻ റീസണും നമ്മൾ മോഡ്യൂൾ 1 പഠിക്കുമ്പോൾ റിയലിസം പഠിക്കുമ്പോൾ അതിനകത്തും ഇതേ കാര്യം നമ്മൾ വീണ്ടും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 1 ആണ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മോഡ്യൂൾ ആണ്. ഓക്കെ, മോഡ്യൂൾ 1 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മോഡ്യൂൾ. 10 മോഡ്യൂൾ ഫോറിൻ പോളിസികൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെല്ലാം വീണ്ടും ചോദിക്കുന്നത് മോഡ്യൂൾ 1 എന്നാണ്. അപ്പൊ നാളെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നാളെ അടുത്ത 2 ദിവസത്തേക്ക്, അത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ മോഡ്യൂൾ 1 ഒരു മാക്സിമം ഒരു 4-5 തിയറി വരെ നോക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോഡ്യൂൾ 1 മൊത്തം തീർക്കാൻ പറ്റും നമുക്ക് 2 ദിവസം കൊണ്ട്. അപ്പം 5-6 തിയറി വരെ ഞാൻ നോക്കും. അതുകൊണ്ട് മാക്സിമം ഈ ക്ലാസ് കേൾക്കുന്ന ഓഫ്ലൈനിലുള്ള ആൾക്കാർ മാക്സിമം ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം തിയറിയാണ്.
തിയറിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, തിയറിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ക്ലിയർ ചെയ്ത് പോവാം. മോഡ്യൂൾ 1 ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഡ്യൂൾ 2ലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. ഇത്ര ഫാസ്റ്റ് വേണ്ട. ഓക്കെ, ഇത്ര ഫാസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ, ഇത്ര ഫാസ്റ്റ് വേണ്ട നാളെ. ഓക്കെ ഓക്കെ, അത് ഞാൻ ഫാസ്റ്റ് ആക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഈ മോഡ്യൂൾ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. ഓക്കെ, ഈ മോഡ്യൂൾ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പക്ഷേ, കാരണം ഈ മോഡ്യൂൾ അത്ര നമുക്ക് അത്ര വെയിറ്റേജ് ഇല്ല. തിയറി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് പതുക്കെ എടുക്കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് 2 ക്ലാസ് കൊണ്ട് ആ ഒരു മോഡ്യൂൾ തീരില്ല. നമുക്ക് ചിലപ്പോൾ 3-4 ക്ലാസ് വേണ്ടി വരും ആ ഒരു മോഡ്യൂൾ തീർക്കാൻ. കാരണം ഇത് അത്ര വെയിറ്റേജ് ഉള്ള കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളായിട്ട് തന്നെ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഉള്ളത് കോഡ്സൊക്കെ കുറച്ച് കോഡ്സ് ഞാൻ തരും. ഓക്കെ, ബാക്കി നിങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ ഈ മോഡ്യൂൾ. കാരണം കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളുകളിലെല്ലാം പറഞ്ഞു വന്ന കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ കുറച്ചിട്ട് നല്ല വൃത്തിക്ക് നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ദാറ്റ് ഒപ്പീനിയൻ. ഓക്കെ ഓക്കെ, ബൈ.